ഇന്ന് ഞാൻ ശരിയാക്കുന്നത് നല്ല ഒരു വാളമീൻ കറി വയ്ക്കുന്നതാണ്. ഈ മീൻ ഞങ്ങളുടെ അവിടെയൊക്കെ പറയാം വാളയെന്നാണ്. ഇത് വാങ്ങി വൃത്തിയാക്കി മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് കഴുകി റെഡിയാക്കി എടുത്തതാണ്. ഇനി അത് കറി വയ്ക്കാനായിട്ട് അതിന് വേണ്ടുന്ന അരപ്പ് ശരിയാക്കാം. ഈ അരപ്പ് ശരിയാക്കാനായിട്ട് കുറച്ച് ഫ്രഷ് കോക്കനട്ട് ഈ ഗ്രൈൻഡറിലേക്ക് ഇടുക. അതിനോടൊപ്പം തന്നെ 2 ചുവന്നുള്ളി, നമ്മുടെ ഷാളാനിയൻ ചുവന്നുള്ളി കീറിയതിടുക. അല്പം ഇഞ്ചി അതിനോടൊപ്പം ഇടുക. ഒരല്പം കറിവേപ്പില. അരച്ചെടുക്കാനായിട്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് ചേർക്കണം. അല്പം മഞ്ഞൾ പൊടി ചേർക്കണം. മീനിൻ്റെ അളവനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കണം. ഞാനിപ്പം 1.25 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിറച്ച് 1 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കണം. നമ്മൾ 1 സ്പൂൺ അല്ലെ 1.25 സ്പൂൺ. നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ മല്ലിപ്പൊടി കുറവാണ് ചേർത്ത്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞു കിട്ടി. ഇനി ഇത് കറി വയ്ക്കാനായി നമുക്കൊരു പാൻ വയ്ക്കാം. ഈ അരച്ചെടുത്ത അരപ്പ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീനിൻ്റെ അളവനുസരിച്ചിട്ട് ഈ അരപ്പിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഇത്രയും മതിയോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഞാൻ അരപ്പ് അരച്ചപ്പോൾ കുറച്ച് ഇഞ്ചി ഇട്ടിരുന്നു. പക്ഷേ ഞാൻ ഈ മീൻ കറിയിലും ചെറുതായിട്ട് പൊടിച്ചെടുത്ത് ഒരല്പം ഇഞ്ചി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ കുടംപുളി ഒരല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചമുളകാണ്. ഞങ്ങളുടെ അവിടേക്ക് ഇതിന് കരണൻ പൊട്ടിമുളക് എന്നാണ് പറയുന്നത്. ഈ മുളക് മീൻകറി കിട്ടാൻ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഈ മീൻകറിയും കൂടെ ഈ പച്ചമുളകും കൂടെ 2 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഈ അരപ്പ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിവിടെ നിന്ന് തിളയ്ക്കട്ടെ. ഇത് നമുക്ക് ഒരല്പം ഭാഗം തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഈ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ വൃത്തിയാക്കി വെച്ച മീൻ ഓരോന്നായിട്ട് പെറുക്കിയിടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലിരുന്ന് ഇതൊന്ന് വെന്ത് തിളച്ച് വേകട്ടെ. അപ്പോൾ മീൻ കറി തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീനിൻ്റെ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണെന്നുണ്ട്. ഇത് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ മീൻ കറി ശരിയാവും. ഇപ്പോൾ മീൻ കറി ഏകദേശം ശരിയായി. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് ഇടുക. ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വളരെ ജെൻറ്റിലായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. മീൻ പൊടിയാത്ത രീതിയിൽ. നമ്മുടെ നല്ല ടേസ്റ്റിയായ വാള മീൻ കറി റെഡിയായി വരുന്നുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി ഇവിടെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴാണ് ഈ കറിയുടെ ഫ്ലേവറൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഇറങ്ങുന്നത്. മീൻ കറിയോടൊപ്പം കഴിക്കാനായിട്ട് നല്ല ചുമന്നരിയുടെ ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. അതിനെ നമ്മൾ ഊറ്റിയെടുക്കാം. അപ്പോൾ ഊറ്റിയെടുക്കാമെന്ന് പറയും, വെള്ളം കളഞ്ഞെടുക്കാമെന്ന് പറയും. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചോറ് അടച്ചിടാറുള്ളത്. കുറച്ചുകൂടെ ഞാൻ ഈ പൈപ്പിൻ്റെ വെള്ളം തുറന്നിട്ടിട്ട് ഇതിൻ്റെ വാഷർ അങ്ങ് എടുത്ത് മാറ്റും. ഇതിൻ്റെ വാഷർ എടുത്ത് മാറ്റി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ വെച്ച് കുറച്ച് നേരം അതിങ്ങനെ ചരിച്ച് പിടിച്ചതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ഞാനിങ്ങനെ അടച്ചങ്ങ് വയ്ക്കും. അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം പോയിരിക്കും. പിന്നെ നമുക്കിതെടുത്തിട്ട് ചോറൊന്ന് പൊരിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ മീൻ കറി നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് 10 മിനിറ്റോളമായി. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് പകരാം. വളരെ ജെൻറ്റിലായിട്ടൊന്ന് കറക്കി കൊടുക്കുക. എന്നിട്ട് ഈ മീനും ഇതിൻ്റെ ചാറും കൂടെ പ്ലേറ്റിലേക്ക് എടുക്കുക. നല്ല ഡെലീഷ്യസായ വാളമീൻ കറി വെച്ചത്. മട്ട അരി കൊണ്ട് വെച്ച ചോറ്. അതിനോടൊപ്പം ഇന്നലെ ശരിയാക്കിയ കോവയ്ക്ക കൊണ്ടുവച്ച തോരൻ. ഇത് കോവയ്ക്ക തോരൻ, നല്ല മട്ട അരിയുടെ ചോറ്, നല്ല വാളമീൻ കറി വെച്ചത്. ഇത് കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ? വായിക്കൂടെ വെള്ളം വരുന്നില്ലേ?
നിങ്ങളെല്ലാവരും ഇതൊന്ന് ശരിയാക്കി കഴിക്കുക. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ് ഈ ജോലികളെല്ലാം. എങ്കിലും അറിയാൻ വയ്യാത്ത പലരും ഉണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ശരിയാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ. താങ്ക് യു ഫോർ വാച്ചിങ്.